അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ വഅല ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശ്വാസം വളരെ പ്രധാനമാണ്. നമ്മുടെ കർമ്മങ്ങൾ വിശ്വാസത്തോടു കൂടെ ആകുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ശ്രേഷ്ഠതയും മഹത്വവുമുണ്ട്. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ശരിയായി മനസ്സിലാക്കാനും അറിയാനുമുള്ള ഒരു ശ്രമം പലപ്പോഴും ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവാറില്ല. നമ്മുടെ അഖീദ എന്താണ്, അള്ളാഹുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, മലക്കുള്ള വിശ്വാസം, ഇതൊക്കെ ഈ ഈമാൻ കാര്യങ്ങളൊക്കെ ശരിയായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാവുന്ന രൂപത്തിലുള്ള വിശ്വാസത്തെ വിശദീകരിക്കുന്ന ലഘുഗ്രന്ഥങ്ങളൊക്കെ പൂർവ്വ പണ്ഡിതന്മാരൊക്കെ വ്യക്തമായി എഴുതുകയും അത് ആളുകൾ മനഃപ്പാടമാക്കുകയും അതിൻ്റെ വിശദീകരണങ്ങൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ പണ്ഡിതന്മാരിൽ തന്നെ സാധാരണ ചെയ്യാറുണ്ട്. കാരണം വിശ്വാസത്തിന് വലിയ മഹത്വമുണ്ട്. വിശ്വാസത്തോടു കൂടെ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതൊരു വമൻ അറാദൽ ആഖിറ വസഅലഹ സഅയഹ വമുഅ്മിൻ ഉലൈക കാന സഅയുഹും മഷ്കൂർ. വിശ്വാസിയായിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു നിബന്ധനയിൽപ്പെട്ട കാര്യമാകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ മഹത്വവും പ്രാധാന്യവും വിശദീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരി കിതാബുൽ ഈമാനിലൊരു അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട്, ഈ വിശ്വാസത്തോടെയുള്ള പ്രവർത്തനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി. അതിൽ പറയുന്നത്, അതിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ, ഈ പരലോകത്ത് വിചാരണ കഴിഞ്ഞതിന് ശേഷം നരകക്കാരെ നരകത്തിലേക്കും സ്വർഗ്ഗക്കാരെ സ്വർഗത്തിലേക്കും എന്ത് ചെയ്യും, വേർതിരിക്കും. അങ്ങനെ വേർതിരിച്ച് കഴിഞ്ഞാൽ നരകത്തിൽ കിടക്കുന്ന ആളുകളിൽ ഹബ്ബത്തു ഖർദലി മിനൽ ഈമാൻ എന്നാണ്, വിശ്വാസത്തിൻ്റെ ഒരു കടുകുമണിയോളം വിശ്വാസമുള്ള ആളുകൾ അവരിലുണ്ടെങ്കിൽ അഹ്രിജൂഹു എന്നാണ്, അവരെ നിങ്ങളുടെ നരകത്തു നിന്ന് പുറത്ത് കാക്കാൻ വേണ്ടി മലക്കരോട് പറയുന്നത്. അങ്ങനെ അവർ നരകത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അവരിങ്ങനെ ശരിക്കും കറുത്ത് കരിക്കട്ടയായിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെ എന്തു ചെയ്യും, നെഹ്റുൽ ഹയാത്ത്, ജീവ നദിയിൽ, ഒരു നദിയിൽ അവരെ കൊണ്ടുപോയി ഇടാൻ വേണ്ടി പറയും. അവിടെ നിന്നും ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു വിത്ത് നല്ല വളഞ്ഞ് മഞ്ഞ നിറത്തിൽ പിന്നെ വളരെ സമൃദ്ധമായി മുളച്ചു വരുന്ന പോലെ മുളച്ചു വരും. അങ്ങനെ പുതിയൊരു മനുഷ്യനായി തീരുകയും അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഹബ്ബത്തു ഖർദലിമിൽ ഈമാനാണ്, ഒരു വിശ്വാസത്തിൻ്റെ അണുമണി തൂക്കം ഒരാളിലുണ്ടെങ്കിൽ അവനെ നരകത്തിന് പുറത്തെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈമാനിൻ്റെ മഹത്വം എത്രയാണെന്ന് നമുക്ക് ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മൾ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി അറിയാൻ വേണ്ടി ശ്രമിക്കണം. ശരിക്കും അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥ അറിവ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അവൻ്റെ വിശേഷണങ്ങൾ, അത് അവൻ്റെ പ്രത്യേകതകൾ, അതിനെക്കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനെ നമ്മളെങ്ങനെ വിശ്വസിക്കണം, മുൻ വേദങ്ങൾ നമ്മളെങ്ങനെ വിശ്വസിക്കണം, പരലോകത്തിൽ നമ്മളെങ്ങനെ വിശ്വസിക്കണം, പരലോകത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ഓരോ കാര്യങ്ങളുമുണ്ട്. അതൊക്കെ നമുക്ക് നമ്മളെ ബുദ്ധി കൊണ്ടോ ചിന്ത കൊണ്ടോ കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ വ്യക്തത നമുക്ക് ലഭിക്കുന്നത് പിന്നെ ശരിയായ പ്രമാണം അനുസരിച്ചുകൊണ്ട്, ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വ പണ്ഡിതന്മാർ വിശദീകരിച്ചെന്ന് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് പല ദർസുകളും പിന്നെ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ജമീൽ പോലുള്ള ആപ്ലിക്കേഷനിലൊക്കെ ദർസുകൾ കിട്ടും അള്ളാഹുവിനെക്കുറിച്ചും, അതേപോലെ തന്നെ കിതാബു തൗഹീദ്, പിന്നെ അഖീദത്തു തഹാവിയ, ഇങ്ങനെയുള്ള പോലുള്ള അടിസ്ഥാനപരമായ നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ദർസുകൾ, ദുറൂസുകൾ പണ്ഡിതന്മാരുടെ നമുക്ക് ലഭിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അതിനെ ഒന്ന് സമയം കണ്ട് പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാവണം. ഒന്ന് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് വേണം. പരലോകത്ത് നമ്മുടെ മോചനം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏറ്റവും പ്രധാനം. എന്ന് പറഞ്ഞാൽ തറയാണ്, അതിലല്ലേ നമുക്ക് കെട്ടിടങ്ങൾ പണിയാൻ പറ്റുള്ളൂ. എന്ന പോലെ തന്നെ വിശ്വാസത്തിലാണ് എല്ലാ കർമ്മങ്ങളും നിർമ്മിക്കപ്പെടുന്നതെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ശരിക്കും അറിയാനും അത് ഉൾക്കൊള്ളാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.